ചെറുതൊന്നും ആൾക്കൊരു ചെറുപ്പിലാണെങ്കിൽ വണ്ടി ഇഴഞ്ഞ് കയറും. വണ്ടി നിറച്ച ആൾക്കാരാണ്. പാട്ടൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല, വനമേഖലയും. അത് കേൾക്കുമ്പോൾ ഇതൊക്കെ ഇത് കാവാറ്റൂൻ്റെ പാട്ട്. ഇങ്ങനെ ഹെയർ പിന്നുകൾ തന്നെ കേട്ടോ ഇവിടെ ഉള്ളത്. വണ്ടി പോകുന്നത് സിനിമാറ്റിക്കല്ല, തേങ്ങ കൊല സിനിമാറ്റിക്. ഡേടേ, നീ വണ്ടി ഓട്ടിക്കുന്നവരെ കിളീൻ്റെ കാര്യം നോക്കിയാൽ ചേട്ടല്ലേ. വണ്ടി ഓട്ടിക്കുന്നവരെ പരിക്കാവരുണ്ടാവും. നമുക്കേ അറിയാവോ ഇതിൻ്റെ പാട്. കിളിയല്ല, വ്യാഴാമ്പലോ നീ. ശരി. ഒടിച്ചെടുത്ത് വണ്ടിയിൽ ഒടിവെന്ന് പറയുന്നത് അതൊക്കെയാണ് ഒടിവ്. നമ്മൾ ട്രാവലർ എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്തിനാണ് അഭിപ്രായം? അതെ, നമ്മളെ ഗോസ്റ്റ് എഡീഷൻ്റെ നമ്മളെ ലോഡ് കിട്ടാൻ ഒരു ട്രാവലർ അങ്ങനെ ഉണ്ടായിരിക്കും ജൂബ്. അതായത് നമ്മളെ ഗോസ്റ്റ് ഓഫ് എത്ത ഗെയിമില്ലേ, നമ്മളെ രണ്ടാമത്തെ ദിവസം അനിയനെന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറുണ്ട് ഗെയിമിൽ. ആ ക്യാരക്ടറായിട്ടൊരു ട്രാവലർ ഗോസ്റ്റ് ജിൻസൊക്കെ അതിൻ്റെ വേണം. യൂണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, അതിൻ്റെ എടുക്കാം. ട്രാവലർ ആവുമല്ലോ. അച്ഛനെയും ജോബേനെയും വിളിക്കുന്നു. അതിന് ഇത് ചെയ്യാറുണ്ട്. വില്ലന്മാരെ ഇറക്കണമെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഇറക്കില്ല. പൈസ നമ്മൾ ഇതിൻ്റെയൊക്കെ പൈസ TNSRTC ഊട്ടി പക്ഷെ ഊട്ടി കയറിയിട്ട് എത്തണില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയൊക്കെ ചെയ്യാമോ അമ്മ? പതിയെ പോയൊന്നും എത്തില്ല. പതിയെ പോകാൻ പറ്റും. ഇവിടെ ദൂരത്തിൽ ഒരു 120 പോകാൻ പറ്റും. അത്യാവശ്യം സ്പീഡിൽ തന്നെ ഇടിച്ചില്ല. വണ്ടി പിന്നെ പൊങ്ങിയ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയിലോരപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലേ. വണ്ടി ഓട്ടിക്കാൻ കഴിയില്ല, അവര് മനസ്സിലാവില്ല. അവിടെ ഉറങ്ങിയായിരുന്നു. എത്ര ഹെയർ പിന്നുണ്ട് റോഡ്? 40-50 ഇത്ര ഉണ്ട്. സ്പീഡ് പോകാറില്ല. അമ്മേരെ അച്ഛൻ്റെയും കൂടെ വന്നതല്ലേ. അതെ, അതിപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് 10 വയസ്സുണ്ടായിരുന്നു. അതെ, 19. എനിക്കപ്പോൾ 5 വയസ്സായി. പിന്നെ വൈദവായി നമ്മൾ ചേട്ടന് വഴിയാണ് കേട്ടോ. റോഡ് കൂടെ കയറി വേണ്ടി ഓഫ് റോഡ് എനിക്ക് എന്നെ വിളിക്കാം. ഓഫ് റോഡ് വഴിയൊക്കെ നമ്മൾ പോകും. മിക്കവാറും അവിടെ എത്രയും വണ്ടി പഞ്ചറാണ്.
ഈ നമ്മൾ ഊട്ടിയിലെ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് വ്യൂ പോയിന്റ് ഒക്കെ എന്ത് ആടുമാരൊക്കെ ഇങ്ങനെ എന്നാ ഞാൻ ഈ മലയിലോട്ട് ഞങ്ങൾ കയറി വരും നീ ഹാൻഡ് ബ്രേക്ക് നല്ല ഒതുക്കട്ടി വണ്ടികളൊക്കെ വരും അങ്ങനെ വണ്ടി ഇടിച്ചിട്ട് വന്നതാണ് അങ്ങനെ മുതലാളി വണ്ടി പ്രശ്നമുണ്ട് അതൊക്കെ ഇറങ്ങി കണ്ടോളാൻ പറ മലയാണ് പിന്നെ മുകളിലൊക്കെ പോയിരുന്ന ആഹാരം കഴിക്കണമെങ്കിൽ പോയിരുന്ന് കഴിക്കാം അതൊക്കെ എനിക്ക് പോയിരുന്നു കഴിക്കാം ഞാൻ പോയി എണ്ണ ഒഴിച്ചിട്ട് വരാം കേട്ടോ ഞാൻ പോയി എണ്ണ ഒഴിച്ചിട്ട് വരാമെന്ന് ഇല്ലടേ ഞാൻ ഇത് തുറന്നു തരാം ബാക്ക് തുറന്നു തരാം തുറ ഇല്ലടേ ബാക്കിലാ സൈഡില്ലാടേ സൈഡ് കേട്ടോ സൈഡിൽ തന്നെ അവിടെ തന്നെ ആണ് എടുത്ത് ഒഴിച്ച് എൻ്റെ ഇടയിൽ ഒഴിച്ചാ ഓ എണ്ണ തുറന്നപ്പോ എടുത്തോണ്ട് പോയി ഒഴിച്ച് ശരി തിരിച്ചു വെച്ചാ ഓ അവരെപ്പോ വരുമെന്ന് കഴിച്ചിട്ടൊക്കെ വരട്ടോ ഞാൻ പോയി ചൂട് വെച്ചിട്ട് വരട്ടെ ഞാൻ കഴിച്ച് ഞാനല്ലോ എൻ്റെ വണ്ടിയിലല്ലേ കാണോട് ഞാൻ നോക്കട്ടെ ആ എണ്ണ കിട്ടി ഇന്നലെ ഞാൻ പോയപ്പോൾ വാങ്ങിച്ച ഇത്തിരി ബിരിയാണി ഇരിക്കുന്നു കേട്ടാ കൈ ബാക്കിലൊന്നും ഇല്ലല്ലേ ബാക്കിലൊന്നുമില്ല ഒരു ഫുഡ് എടുക്കാൻ എടുക്കാൻ പോയി കഴിച്ച് അങ്ങും പോയി വ്യൂ പോയിന്റ് കണ്ടിട്ട് വന്നാൽ അവരൊക്കെ പോയിട്ട് കയറിട്ട് ഇത്രയാവാൻ പോകണം ഇവിടെ കൂടെ ഒന്നും നമുക്കൊന്നും കയറാൻ പറ്റും ഇപ്പൊ പിള്ളേരെയൊക്കെ എങ്ങനെയാക്കിയാന്ന് തോന്നുന്നു വണ്ണമൊക്കെ കുറയ്ക്കണം അല്ലേ ജിമ്മിയല്ലോ പോണം മുടിയൊക്കെ വളർത്തണം ഞാൻ എൻ്റെ കഥ കിളവരെന്നൊന്നും വിചാരിക്കണ്ട വെറും 53 വയസ്സ് പോടോ 24 വയസ്സേ ഉള്ളു എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ വണ്ണ മുടിയോ അതൊക്കെ ഇപ്പം മാറി അസുഖമൊക്കെ മാറി ഇനി ജിമ്മിൽ പോയി സെറ്റായാൽ മതി ഒപ്പം ഇന്ന് മഴ വണ്ടിക്കൊക്കെ ഞാൻ എപ്പോഴേ കയറി മഴ പെയ്യുമെന്ന് എനിക്കറിയാം എന്നെ കണ്ടിട്ടില്ല ഒന്നും ഇത് നിൽക്കാൻ പറയാം ബീച്ചിലൊക്കെ പോകാൻ ഉടുപ്പൊക്കെ എല്ലാവരും കയറിച്ച് ബീച്ചിലൊക്കെ പോകാൻ ഉടുപ്പൊക്കെ ഇട്ട് കണ്ണാടി വെച്ച് ജില്ലയിലേക്ക് കയറിയെന്ന് പറയുമ്പോ എന്ത് പ്രശ്നമൊന്നുമില്ല സാറ് കഴിച്ചോ അപ്പം നമ്മൾ ഒരുമിച്ച് എവിടെ വെച്ച് സ്റ്റേ ആക്കാം ഒരു സിനിമകളൊക്കെ ഉള്ള സ്ഥലം സിംഹം എനിക്ക് തോന്നണം ഇവിടെ അങ്ങനെ ഇതുണ്ട് ചോദിച്ചു ഉണ്ടായിടാ ബസ് ഓടിക്കാൻ വന്നിട്ട് അവൻ കുളിക്കാൻ പക്ഷെ ഊട്ടിയിൽ തണുപ്പ് തന്നെ നീ അടങ്ങി കിട്ടിയില്ലെങ്കിൽ ബസ്സിൻ്റെ അകത്ത് വരുമ്പോൾ സുഖമായിട്ട് വരാം മറ്റന്നാൾ
എവിടെയൊക്കെ ഇറങ്ങണമെന്ന് പക്ഷേ നിങ്ങൾ ഇത് നോക്കി എടാ ഇത് തന്നെ ഊട്ടി കണ്ടോ ഊട്ടി തന്നെ ഇത് സ്ഥലം എവിടെയെന്ന് എനിക്ക് അറിയില്ല വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ റെഡ് ഹോട്ട് ഹൗസ് ആണ് റിസോർട്ട് ലൈൻ കമ്പിയോ ചിലപ്പോൾ ഇത് ലൈൻ കമ്പി നിന്ന് കത്തണം മാറിയേക്കത്തില്ലേ കിട്ടി ചിലപ്പം ഇവിടെ ഇവിടെ ഒരു പാർക്കും ഉണ്ടായിരിക്കും മറ്റേ എനിക്ക് കറങ്ങി പോകണം മല മൊത്തം കറങ്ങി എൻ്റെ കാല് കുട്ടിയേ അയ്യോ വണ്ടി ഓടി രാവിലെ തൊട്ട് നിന്ന് വണ്ടി ഓടിക്കുന്നു മറ്റായി പോയിരുന്നെങ്കിൽ ഉച്ചക്ക് എത്തുമായിരുന്നു ഇങ്ങനെ അമ്മമാരെ ടൂറ് പോയി എന്തായാലും അങ്ങോട്ട് കടത്തി വിടൂല ഇതൊക്കെ കണ്ടിട്ടൊക്കെ പോട്ട് കണ്ടിട്ടേ തുടങ്ങാൻ നാളെ കൊണ്ട് സ്ഥലമൊക്കെ കാണിച്ചിട്ട് കൊണ്ടുവന്നു വിടാം എൻ്റെ പൊന്നേരി എൻ്റെ അമ്മമ്മയെ സാറേ ഉണ്ട് അങ്ങോട്ട് കടത്തി വിടൂല കേട്ടോ ചിലപ്പം റോഡ് പിന്നെ സൈറ്റൊക്കെ ആണ് ഇത്ര സ്ഥലങ്ങളൊക്കെ ഉണ്ട് കണ്ടോ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഊട്ടി കണ്ടോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാം ഡ്രൈവർ ഇരിക്കുമ്പോൾ പേടിക്കാതടാ ഇറക്കി വിടാതിരിക്കൂ ചിലപ്പോൾ കയറും എന്തിനൂട്ടിയടാ ഇത് കാട് മുമ്പേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് വെണ്ണാലി റോഡ് അപ്പം പറഞ്ഞു വസനപടി വഴിയായിരുന്നെങ്കിലും കുഴപ്പമില്ല അവിടെ മൊത്തം ബ്ലോക്കായിരിക്കും ബ്ലോക്കായിരിക്കും എന്നാലും നേരത്തെ എത്തും വൈകുന്നേരം ആകുമ്പോൾ എത്തുമായിരുന്നു എനിക്ക് തോന്നുന്നു നാളെ രാവിലെ ആകുമ്പോൾ എത്തുന്നായിരിക്കും ഞാൻ വണ്ടി ഓടിച്ച് തളരുകയും ചെയ്യും എന്നാ കേടാ ഞാൻ വണ്ടി എന്നിട്ട് അത് ഇവന്മാരല്ലേ നമുക്ക് രണ്ടുപേർക്കും എടുത്ത് ചാടിയിട്ട് ഇവന്മാരല്ലേ അതായത് കൊക്കെ എഴുതാൻ കൂടെ ബസ്സാ ബസ്സല്ല ബസ് എവിടെയെങ്കിലും നിർത്തിയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ട് പോടാ പാവൊക്കെ അവര് നമുക്ക് തള്ളിയിടാം അത് നമുക്ക് തിരിച്ചു പോകാം അവിടെ വലിയ ഇത്രയും ലൈൻ പോസ്റ്റൊക്കെ വെച്ചിട്ട് എന്തിനു ഇതൊരു വേല ഇട്ടിരിക്കണോ അല്ല ഇവന്മാർ ഇത്രയും ലൈൻ പോസ്റ്റ് ലൈറ്റ് വെട്ടം ഉണ്ട് അവിടെ അതില്ല ലൈറ്റ് വെച്ചു എനിക്ക് തോന്നുന്നത് ഊട്ടിയിലായിട്ട് പോണ കറണ്ടായിരിക്കും കേട്ടോ മുകളിലോട്ട് ചെറുതല്ലേ ഊട്ടി ചെറുതിന് മുകളിൽ വരെ പക്ഷെ കറണ്ട് എത്തിക്കും നീലഗിരി വരെയെങ്കിലും പോവായിരുന്നു നീലഗിരി വഴി ഊട്ടി എന്താ പറയണ നീ പോളെ ഇത്തിരി നീ അപ്പൊ അങ്ങനെ ഒരുത്ത നീലഗിരി നീലഗിരി വഴി പിന്നെ അമേരിക്ക കൊണ്ടുവിടാം അണ്ണ നീലഗിരിയുടെ ഊട്ടിയാണ് അറിയാം നീലഗിരി വഴി പക്ഷേ ഊട്ടിയിലോട്ട് പോകാൻ പറ്റൂല മനസ്സിലായോ ഇങ്ങനെ റോഡ് മാറിപ്പോയി നീലഗിരി വഴി പോവാം ആ ശരി ഞാൻ പോയിട്ടുള്ളതല്ലേ ആ ശരി ട്രെയിനിൽ പക്ഷെ എന്തൊരു ഊട്ടിയിൽ ഇങ്ങനെയൊക്കെ ഊട്ടിയിൽ ആ ഇത് മറ്റേ ഊട്ടിയിലുള്ള മറ്റേ പ്രശസ്ത ക്ഷേത്രം ഏത് ശാസ്ത്രം മറ്റു ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ഊട്ടിയിൽ അത് രാത്രിയാണ് എത്തിയെന്നേ ഉള്ളൂ പക്ഷേ നിർത്ത് ഇറങ്ങട്ടെ
സാറേ ഒരു ക്ഷേത്രം എത്തി ഇറങ്ങി കണ്ടോ? ഇല്ലടി ഇറങ്ങട്ടെ, മണി 12 രാവിലെ ഇറങ്ങി ഫ്രഷ് ആയിട്ടൊക്കെ കണ്ടാൽ മതി. അവിടെ കണ്ടത് തന്നെ റിസോർട്ടുകൾ. റിസോർട്ട് കയറാൻ പറ റിസോർട്ടിലൊക്കെ പോയി. സാറേ എന്ത് സ്ഥലമെത്തി. ഇപ്പോൾ അവിടെ അതോ അപ്പുറത്തോട്ട് കാണുന്ന ആള് തന്നെ റിസോർട്ടിൻ്റെ റൂമുകൾ തന്നെ അതൊക്കെ. പൊയ്ക്കോ, നിങ്ങൾ പറഞ്ഞ റിസോർട്ട്. റെഡ് ഹൗസ് എനിക്ക് വൈറ്റ് ആണല്ലോ. അപ്പാ അയ്യോ അയ്യോ അയ്യേ അയ്യോ, നമുക്കും പോയി കിടക്കാം. വണ്ടിയൊക്കെ ഓഫ് ചെയ്തിട്ട് എന്തിനാണ് ഇലക്ട്രിക് കമ്പി ലൈറ്റ് ഒന്ന് കത്തണത് എനിക്ക് മനസ്സിലാവില്ല. അയ്യോ മഴ ഓടി ഓടി. അയ്യോ ഞാൻ ഇപ്പൊ ഓടിക്കാറുവേ. ഓടി കയറിക്കോ, ഞാൻ ചെന്ന് വന്നാളാം. ഇതിൻ്റെ കഥ കൂടെയാടാ, ജനലിൻ്റെ കൂടെ കയറേണ്ടിയിരിക്കുക. മറ്റേ അടിപൊളി